ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് കലാപം മണിച്ചേട്ടൻ്റെ നാട്ടിലാണ്. തൃശ്ശൂർ ചാലക്കുടിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഷോറൂം കാർ വേൾഡ് യൂസ്ഡ് കാസാണ്. നമ്മൾ മുന്നേ ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പിലുള്ള വാഹനങ്ങളും നിങ്ങൾക്ക് ഈ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ആയാലും നമ്മുടെ നോർമൽ SUV MPV കാറുകൾ, സെഡാൻ കാറ്, ഹാച്ച് ബാക്ക്, എല്ലാ സെഗ്മെൻറ്റ് വാഹനങ്ങളും, അതേപോലെ തന്നെ മീൻ കൊണ്ടുപോകുന്ന വലിയ കണ്ടെയ്നർ വണ്ടി വരെ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ കാറുകാരും ഉണ്ടാവും, മറ്റുള്ള വാഹനങ്ങൾ തിരിയുന്നവരുണ്ടാവും. എല്ലാവർക്കും ഈ ഒരു ഷോറൂമിലെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തിൽ നമ്മൾ യൂസ്ഡ് കാസാണ് ഉൾക്കൊള്ളിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കാർ വേൾഡിലെ കാറുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തരാൻ നമ്മുടെ കൂടെയുള്ളത് അൻവർക്കാണ്. എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാറുള്ളത് അൻവർക്കാണ് അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ? കൊറോണ ഒക്കെ കഴിഞ്ഞ് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കൊറോണ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, നടക്കുന്നുണ്ട്. പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് അല്ലേ? നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ കളക്ഷൻസ് എങ്ങനെ? പുതിയത് ഈ വന്നിട്ടുള്ളതെല്ലാം പുതിയതാണ്. എങ്ങനെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണോ? ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുകൊണ്ട് പാർക്ക് ആൻഡ് സെയിൽ ഉണ്ടാവും അല്ലേ? വണ്ടികൾ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. അതേപോലെ തന്നെ ലക്ഷറി ഇല്ല, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? നോക്കാം. ഇതാ നമ്മുടെ കയ്യിൽ ഒരു പുതിയ വണ്ടി കിട്ടിയിരിക്കുകയാണ്. KL64 രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. നല്ല അടിപൊളി കളറും. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2019 മോഡല് സ്പോർട്സ് ആണ്. സാൻഡ്രോ സ്പോർട്സ് ആണല്ലേ ഓപ്ഷൻ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അഡ്ജസ്റ്റബിൾ മിറേഴ്സ് എല്ലാം വരും അല്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ ഒക്കെ ഇല്ലേ? അത് മറ്റേ ഇതിന്റെ കൺട്രോളാണ്, നമ്മളെ മീറ്റർ കൺട്രോളിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളൂ. ഓക്കെ, 2019 മോഡൽ. എത്ര ഓടിയുണ്ട്? അത് 7,900 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7,900. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വണ്ടി ഇവർ പെട്ടെന്ന് വിറ്റത്? ചിലവർ പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അറിയില്ല. നിങ്ങൾ ചെക്ക് ചെയ്യണ്ടാവും അല്ലേ? നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാനില്ലാത്തപ്പോഴാണ് വണ്ടി വന്നത്. ഓക്കെ, ഇന്ന് വന്നിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും പുതിയൊരു വണ്ടിയാണ്. കമ്പനി കൊണ്ടുപോയാൽ ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും എന്താണ് പ്രശ്നം. ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് വിറ്റായിരിക്കും അല്ലേ? ഇതെന്തായാലും ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഫിനാൻസിന്റെ ആളുണ്ടായിരുന്നു. ആള് പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ ഓൺ? ചിലപ്പോൾ എന്നാലും എന്തെങ്കിലും 10-20,000 രൂപ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ, ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്തായാലും ഫുൾ ഓൺ തന്നെ ചാൻസ് ഉണ്ട്. അങ്ങനെ തന്നെ വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഫുൾ ഓണിൽ ഒരു പുതിയ സാൻഡ്രോ 2019 സ്പോർട്സ് വെറും 8,000 കിലോമീറ്റർ അല്ലേ? 7,000 സംതിങ്. 8,000 പിടിച്ചോ? 8,000 കിലോമീറ്റർ. തട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. ഒരു പ്രശ്നങ്ങളും തോന്നുന്നില്ല കണ്ടിട്ട്. ഒരു സ്ക്രാച്ച് പോലും കാണില്ല. അത്രയും നീറ്റിലാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് 4,75 ചോദിക്കുന്നത്. ഈ സാൻഡ്രോ ഒരു പുതിയതിന് അന്ന് 2019 എത്ര വരുന്നുണ്ടായിരുന്നു? ഏകദേശം ഒരു 5,40 അടുത്ത് വരുന്നുണ്ട് എന്തായാലും സ്പോർട്സിന്. ഓക്കെ, കൂടിയിട്ടുണ്ടാവും. ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റ് വ്യത്യാസമുണ്ട്. പുതിയൊരു വണ്ടി നോക്കുന്ന ആൾക്ക് ഷോറൂം കണ്ടീഷനിൽ നല്ല കിടലൊരു വണ്ടി ബുക്കിങ്ങിന് ഒന്നിനും കാത്തേക്കണ്ട, നേരെ വന്ന് എടുത്ത് പോകാം. കാശ് തരാൻ കൊണ്ടുപോകാം. ഇല്ലേ ഫിനാൻസ് ലോണും കിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, മൈലേജ് ഒരു 13-16 പ്രതീക്ഷിക്കാം. കാരണം മുമ്പത്തെ സാൻഡ്രോനേക്കാളും വെയിറ്റ് കുറവാണ്. മൈലേജും പ്രതീക്ഷിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. KL45 രജിസ്ട്രേഷൻ ഹ്യുണ്ടായി i10 ഗ്രാൻഡ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2016 മോഡല് 61,000 കിലോമീറ്റർ ഓടിയുള്ള വണ്ടിയാണ്. ഡീസലാണ്. കമ്പനി സർവീസ് ആണ്. i10 ഗ്രാൻഡ് അങ്ങനെ ഡീസൽ കാണാറില്ല, വളരെ കുറച്ചേ കാണാറുള്ളൂ. ഇപ്പൊ ഡീസൽ പ്രൊഡക്ഷൻ ഇല്ലല്ലോ? ഇല്ല, കുറെ ആയിട്ട് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട് ഡീസൽ. ഓക്കെ, ഡീസൽ ആകുമ്പോൾ എന്തായാലും ഷുവറായിട്ട് 20 മൈലേജ് 20 അടുത്തുണ്ട് പ്രതീക്ഷിക്കാം. 20 അടുത്ത്. ഓക്കെ, ഓണർഷിപ്പ് എത്രയാ? ഇത് സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്. ഓഹോ, എത്ര? 61,000 കിലോമീറ്റർ. 61,000 കിലോമീറ്റർ. 2016 മോഡലാണ്. മാഗ്നയാണ് ഓപ്ഷൻ? മാഗ്ന. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഒക്കെ വരും. എത്രയാണ് ഇപ്പോൾ റേറ്റ്? ഇതിന് 4,40,000 രൂപയാണ് ചോദിക്കുന്നത്. 4,40,000. ഒരു 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 4 വരെ ലോൺ കിട്ടും അല്ലേ? അപ്പോൾ 40,000 രൂപയ്ക്ക് i10 ഗ്രാൻഡ് ഡീസൽ ഓപ്ഷൻ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അല്ലേ? തീർച്ചയായിട്ടും. ഡീസൽ ആകുമ്പോൾ മൈലേജ് തന്നെയാണ് അതിൽ ഹൈലൈറ്റ് ആകുന്നത്, വേറെ ഒന്നുമല്ല.
ഇതിന് മേജർ സർവീസ് ഒക്കെ ഒന്നിന്റെ ഒന്നിന് മേലൊക്കെ ആയിട്ടില്ല. 60,000. അതാ ചോദിച്ചു, ഒന്നിന്റെ മേലേക്കല്ലേ വരും. അപ്പൊ അത്രയും കാലം ധൈര്യമായിട്ട് ഓടാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. എന്തായാലും ഇവിടുത്തെ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. ഒരു മെക്കാനിക്കിനെ കൂട്ടി വരാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഓക്കെ. 1 വീക്ക് ചെക്കിംഗ് വാറന്റി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. നോർമലി ഇപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞ് തന്നെ 1 വീക്കിനുള്ളിൽ എന്തൊക്കെ സംഭവിച്ചു നമ്മൾ വണ്ടികൾ തിരിച്ചെടുക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ തിരിച്ചെടുക്കും. ക്യാഷ് ബാക്ക് തിരിച്ചെടുക്കും. ഞാൻ അതല്ല, അവർക്ക് വേറെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊടുക്കാൻ തയ്യാറുണ്ട്. എന്തായാലും നമ്മളൊരു സ്ഥാപനത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ KL 39 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സിംഗിൾ ഓണർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് മാറിയിട്ടുണ്ടാവില്ല? ഇപ്പോൾ ജസ്റ്റ് മാറ്റിയത്. കാരണം ഇതൊരു പള്ളിയിൽ അച്ഛന്മാർ യൂസ് ചെയ്തിരുന്നതാണ്. അവരാകുമ്പോൾ ഇൻഷുറൻസിൽ പെട്ടെന്ന് തന്നെ മാറ്റണം. അവർ കൂടുതലും നിയമങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാത്രം മാറിയതാണ്. ഓക്കെ. ബാക്കി എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2015 മോഡൽ VXI ഓപ്ഷൻ ഡിസയർ ആണത്. ഓക്കെ. ഡിസയർ മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി. ഓക്കെ. ബാക്കി പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ പവർ വിൻഡോ വരുന്നതാണ്. ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ക്ലീൻ ആയിരുന്നില്ല, കുറച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്തതാണ്. മൊത്തം ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലേ? ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണല്ലേ? ഒന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്യാനുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓടിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതുവരെയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. ഓക്കെ. ടയർ ഭാഗങ്ങളും ഉണ്ട്, ഒരു 80% ടയർ ഭാഗങ്ങളും ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഫ്ലഡ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതിനൊക്കെ നിങ്ങൾ ഗ്യാരണ്ടിയാണ്. ഫ്ലഡ്, മേജർ ആക്സിഡന്റ് എന്തുണ്ടെങ്കിലും വണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള കച്ചവടമാണ്, മറച്ചു വെക്കാറില്ല ഇതുവരെയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. 4,60,000 രൂപയാണ് നമ്മൾ വില ഉദ്ദേശിച്ചിട്ടുള്ളത്. 460. 2015 VXI അല്ലേ? 460 ആണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും? നെഗോഷ്യബിൾ ആണ്. ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ. ചാലക്കുടിയുടെ സ്വന്തം ഹെലികോപ്റ്ററാണ്. ചാലക്കുടിയുടെ സ്വന്തം ഹെലികോപ്റ്റർ. എത്രയാ മോഡല്? അതറിയില്ല, ചോദിച്ചു നോക്കണം. കൊടുക്കാണ്ട് 50 ലക്ഷം. ഓക്കെ. അപ്പോൾ അടുത്ത ലോണ് ചോദിച്ചില്ല നമ്മൾ. ലോൺ നമുക്കൊരു 4 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ കൊടുക്കാൻ പറ്റും. ഇതിൽ 60,000 രൂപയ്ക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ സ്വന്തമാക്കാം. 4,60,000, 4 ലക്ഷം വരെ ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അടുത്ത വണ്ടി നിൽക്കുക. അടുത്തത് KL 43 രജിസ്ട്രേഷൻ ഫോർഡ് ഫിഗോ, പഴയ ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് സെക്കൻഡ് ഓണറാണ്. 2012 മോഡല്. പിന്നെ ഗ്ലാസിന്മൊക്കെ 11 കാണാം. അത് ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ടായിരിക്കും. ലാസ്റ്റ് ബാച്ചിൽ വന്ന ഗ്ലാസ് ആയിരിക്കും. ഗ്ലാസ് നമ്പർ 11 പക്ഷെ മോഡൽ 12 വേറെ തട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട്. ഒറിജിനൽ പെയിന്റ് മെല്ലെ നിൽക്കുന്ന വണ്ടി ക്ലിയർ ചെയ്യാനുണ്ട്. ഓപ്ഷൻ ഏതാ? ഇത് പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ. വേറെ തട്ടും കാര്യമൊന്നും വന്നിട്ടില്ല, റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. എത്ര ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഇത് ഇപ്പോൾ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ? ഡീസൽ വണ്ടി. ഡീസൽ വേരിയന്റ് ആണല്ലേ? 2012 മോഡൽ 80,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. ഡീസൽ ഫിഗർ നല്ല മൈലേജ് ഇല്ലേ? മൈലേജ് ഉണ്ട്, ഏകദേശം എബവ് 20 മേലുണ്ട്. എബവ് 20 പ്രതീക്ഷിക്കാം എന്തായാലും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 2 ലക്ഷം രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. 2 ലക്ഷം ആണ്. ഓക്കെ. 2012 വണ്ടിയാണ്. മേജർ സർവീസ് ഇതിന് എത്രയുള്ള വരിക? ഇതിനൊക്കെ 1 ലക്ഷത്തിന് മേലെ ഇരിക്കും എന്തായാലും വരാം. എന്തായാലും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളോ സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോ? പ്രസന്റ്ലി ഇല്ല. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച വണ്ടിയാണ്. കുഴപ്പങ്ങളൊന്നും തോന്നില്ല, കാണുന്നില്ല. വണ്ടി ഇപ്പോ ഒരു കസ്റ്റമർ എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഹോണ്ട കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടുള്ള പ്രശ്നം. എണ്ണ അടിക്കുക ഓടിക്കുക അല്ലേ കൂളായിട്ട്. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 50% 50ക്ക് മേലെ ഉണ്ട്. മണ്ണായി കിടക്കുന്നുണ്ട്. 50ക്ക് മേലെ ഉണ്ട്. എന്തായാലും എത്ര? 2 ലക്ഷം അല്ലേ? 2 ലക്ഷം രൂപ. ലോൺ എത്ര കിട്ടും? 2012 അല്ലേ? 12 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ആ റേഞ്ചിലൊക്കെ ആയിട്ട്. 1.25. ഫോണിപ്പോ നിർത്തിയും പോയി, അതുകൊണ്ട് ഒരു മാർക്കറ്റ് നിർത്തി പോകണല്ലേ, അവർ ഇവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിയെന്നുള്ളൂ. പ്രൊഡക്ഷൻ നിർത്തി അതന്നെ. എന്നാലും പക്ഷെ അവരുടെ സർവീസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവിടെ, എന്തായാലും ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ അതിനെ പറ്റി നിങ്ങൾ പേടിക്കണ്ട. ഷവർലെറ്റ് ചെയ്ത പോലെ ഒറ്റടിക്കെല്ലാം പൊട്ടി പോയില്ല. ഒരു സർവീസ് കാര്യങ്ങളൊക്കെ അവരുടെ ഉണ്ടാവും. വണ്ടികൾ ഇമ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി അവര് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ. അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചു, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് ഫോർഡ്. അതെ. അപ്പൊ ഞാൻ പ്രത്യേകം അതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇതാ ഹോണ്ട സിറ്റി KL 7 രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേങ്കിൽ റീവണ്ടിയാണ്.
ഡോൾഫിൻ അല്ലേ മോഡൽ? ഡോൾഫിൻ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2004 മോഡൽ വണ്ടിയാണ്. ഇപ്പോൾ അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2025 വരെ ടാക്സും ഫിറ്റ്നസും ഇപ്പോൾ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടുന്നാണ് ഇത് റിയ ആയത്? ഇത് മഹാരാഷ്ട്ര റിയാണല്ലേ? റിയ ആയിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. 7 കൊല്ലം. അപ്പോൾ 2004 മോഡൽ അല്ലേ? 2004 മോഡൽ. ഓപ്ഷൻ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പുതിയ ഇതാണോ അതോ ആദ്യം ഉള്ളത് തന്നെയാണോ? അല്ല, പുതിയ ചെയ്തതാണ്. പുതിയ ചെയ്ത് വെച്ചാണല്ലേ? നീറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടി കണ്ട ഒരു 2004 മോഡലാണെന്നും പറയൂല, അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് വണ്ടി ഉള്ളത്. പിന്നെ ഇത് ഒറിജിനൽ പെയിന്റിലുണ്ടോ നിൽക്കുന്നത്. ബമ്പർ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ പെയിന്റിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് വണ്ടിക്ക് ആ ഒരു ലുക്ക് ഉള്ളത്. ടയേഴ്സ് ഒക്കെ എവറേജ് ഉള്ളൂ, വലിയ ടയറും കാര്യങ്ങളൊന്നും ഇല്ല. അലോയിൽ ഇട്ടിട്ടുള്ളതാണ്. പെട്ടെന്ന് തേയ്മാനം വരുന്നുണ്ട്. അഡീഷണൽ ചെയ്താണല്ലേ? അഡീഷണലി അലോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ടയേഴ്സ് എന്തായാലും തീരെ കുറവാണ്. എന്നാലും വേറെ എന്തെങ്കിലും മേജർ അടി റീപ്ലേസ്മെന്റ്? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ സൈഡ് ഫെൻഡർ ഒന്നും മാറിയില്ല. കിലോമീറ്റർ പറയാൻ പറ്റുമോ? 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മീറ്ററിൽ കാണുന്നതാണ്, മീറ്ററിൽ കാണുന്നതാണ്, അറിയില്ല. ഉറപ്പ് തരാൻ പറ്റില്ല. മീറ്ററിൽ കാണുന്ന കിലോമീറ്റർ ആണ്. വണ്ടിയുടെ ഓടിച്ച് നോക്കുക, വണ്ടിയുടെ കണ്ടീഷൻ നോക്കുക, എടുക്കുക. ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആ കിലോമീറ്റർ ജെനുവിൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്റെ എക്സ്പീരിയൻസിന്റെ പുറത്ത് അത്രയും എനിക്ക് തോന്നുന്നു. കംഫർട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഓടിക്കുമ്പോൾ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമ്മൾ 1.40 ചോദിക്കുന്നത്. 2004 മോഡൽ ഹോണ്ട സിറ്റി 1.40 അല്ലേ? ഫൈനലല്ലോ? എന്തായാലും ഫൈനലല്ല, നെഗോഷ്യബിൾ ആണ്. പിന്നെ ലോൺ സൗകര്യം കാര്യം ഒന്നും തന്നെ കിട്ടില്ല. മൈലേജ് എത്ര കിട്ടും? ഇതിനൊക്കെ ഏകദേശം ഒരു 15 മാക്സിമം. അത് പ്രതീക്ഷിച്ചാൽ അടുത്ത വണ്ടിയിൽ. അടുത്തതാ ഒരു 7 സീറ്റർ കിട്ടിയിട്ടുണ്ട്. മഹീന്ദ്ര സൈലോ ആണ്, KL8 തൃശ്ശൂർ തന്നെ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 മോഡല് ഈഗിൾ എഞ്ചിൻ E4 ആണ് വണ്ടി. E4 ആണ് ഓപ്ഷൻ അല്ലേ? എഞ്ചിൻ ഈഗിൾ എഞ്ചിൻ ഈഗിൾ എഞ്ചിൻ പറയാം. 7 സീറ്റർ വേറെ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.16 ഓടിയിട്ടുണ്ട്. പക്ഷെ കമ്പനി സർവീസ് ഉണ്ടാവില്ല. പക്ഷെ കിലോമീറ്റർ ജെന്യൂൻ ആണ്. അത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ പാർട്ടിയുടെ വീട്ടിൽ പോയി ഇങ്ങനെ എടുത്ത വണ്ടിയാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2009 മോഡൽ. ഓക്കെ, 1,00,000 സംതിങ്. 1.16 ഓടിയിട്ടുണ്ട്. ഏകദേശം കിലോമീറ്റർ. പെയിന്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പെയിന്റിങ് മോശമായിരുന്നു. അതിന്റെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. മൊത്തം ചെയ്തിട്ടുണ്ടോ അതോ മൊത്തത്തിൽ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാന്ന് പറയും. അതായത് എല്ലാ ഭാഗത്തെയും കളർ ഒരേപോലെ ആക്കാം. ചെയ്തിട്ടുണ്ട്, പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ക്ലീൻ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞുള്ളൂ. ടയർ 2 പുതിയത് ഇട്ടിട്ടുണ്ട്. 2 ഫ്രണ്ടിൽ പുതിയാണ്, പുറകിലെ ആവറേജ് ഉള്ളൂ. വേറെ അടി റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. ഇപ്പൊ നിലവിലെ മെക്കാനിക്കലൊക്കെ എല്ലാം ഫുൾ ഫിറ്റ്. AC കംപ്ലൈന്റ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? കസ്റ്റമർ എടുത്ത് കൊണ്ടുപോയി സാധാരണ സൈലൊക്കെ ACയുടെ കംപ്ലൈന്റ് വരാറുണ്ട്. ഞാൻ മെയിൻ ആയിട്ട് നോക്കാറ് അതാണ് ഞാൻ ചോദിച്ചത്. ACക്കൊന്നും കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, നല്ല ഇന്റീരിയറും കാര്യങ്ങളും സീറ്റ് കവറൊക്കെ ഇപ്പൊ ചെയ്താണോ അതോ നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചാണോ? അല്ല, ഇത് ഉണ്ടായിരുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇന്റീരിയർ ക്ലീൻ മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രയാ ഇപ്പോൾ റേറ്റ്? ഇതിന് 2,30,000 രൂപയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 2.30, 2009 E4 അല്ലേ? നെഗോഷ്യബിൾ ആണ്. ലോണൊന്നും കിട്ടൂലല്ലോ? 2009 ഒന്നും കിട്ടൂല. 2,30,000. സൈറ്റ് ഫിനാൻസ് ഇവിടെ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമ്മൾ അറേഞ്ച് ചെയ്യാറില്ല, വാങ്ങുന്നവർക്ക് അറേഞ്ച് ചെയ്യാം. നമ്മൾ അതിനുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ നീക്കി കൊടുക്കും. അതേപോലെ തന്നെ അതിന് ടൈമും കൊടുക്കും അല്ലേ? നിങ്ങൾ അതിനുള്ള ടൈമും കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. ഇതാ KL8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ തന്നെ രജിസ്ട്രേഷനിലല്ലേ? ഹോണ്ട സിറ്റി ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. ഡീസൽ ആണോ? ഡീസൽ വണ്ടി. ID.TECH S. ഹോണ്ട സിറ്റി S. ഓക്കെ, S ആണ് ഓപ്ഷൻ. ഡീസൽ ആണ്. 1.76 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണ്. പക്ക. ഇപ്പൊ ലാസ്റ്റ് എത്രയുള്ള ചെയ്തേ? ഇപ്പോൾ ലാസ്റ്റ് 1.70 ചെയ്തിട്ടുണ്ടോ? 70 ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ സർവീസ് പക്ക ക്ലിയർ ആണ്. ഓക്കെ, വേറെ തട്ട് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആണ്. ആൻഡ് ടയർ ഭാഗങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു 80% മേലെ ഉണ്ടാവും. 80% മുകളിൽ ടയർ ഭാഗങ്ങളുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഇപ്പോൾ? ഇത് ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 5.5 ലക്ഷം. മോഡൽ ഏതായിരുന്നു? 2015 മോഡൽ. 15 മോഡലാണ്. S ഓപ്ഷൻ ആണ്. 1.70 ഓടിയിട്ടുണ്ട് അല്ലേ? 1.76 ഓടിയിട്ടുണ്ട്. ഈ ഒരു 5.5 ലക്ഷം 1.76 ഓടിയത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ആവും. ഇത് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെല്ലിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അവര് OLX അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാവരുടെ അടുത്തും പ്രൈസ് ഒരുപാട് ചോദിച്ചിട്ടായിരിക്കും കൊണ്ടുവന്ന് ഇട്ടേക്കണത്. ഓക്കെ. അങ്ങനെയാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 5.5 ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. എസ് ഓപ്ഷൻ ഡീസൽ വേരിയന്റ് ആണ്. മൈലേജ് ഒരു 20 എന്തായാലും കിട്ടില്ല? തീർച്ചയായിട്ടും കിട്ടും, ഷുവറായിട്ട് കിട്ടും ഹോണ്ടയിൽ. ഓക്കെ, കാര്യമായ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ലല്ലോ? സർവീസ് ഒക്കെ ചെറിയ പൈസ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ലോൺ സൗകര്യം ഉണ്ട്. ഇപ്പൊ ഇതുമ്മല് നിൽക്കുന്ന ഇൻഷുറൻസിൽ IDV 3.5 ലക്ഷം രൂപയാണുള്ളത്. അത് നമുക്ക് കൂട്ടിയെടുത്തു, എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ IDV മാറ്റി കൂട്ടിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ലോൺ എത്ര, ഒരു 80% ഒക്കെ കിട്ടും? 80% കിട്ടും. കിട്ടില്ല, 5.50 80% എന്തായാലും കിട്ടും. ഓക്കെ, അതിന് ബാക്കി നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് KL 29 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഓൾട്ടോ ആണ്, നമ്മുടെ പഴയ ഓൾട്ടോ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് LXI ആണ്, 2009 മോഡൽ വണ്ടി. 9 ആണല്ലേ? 2000. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, AC. നമ്മൾ വില ഉദ്ദേശിച്ചേക്കുന്നത് 1,30,000 രൂപയാണ് ഉദ്ദേശിച്ചുള്ളത്. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 88,000 അല്ലേ? ഏകദേശം ജെനുവിൻ ആയിരിക്കും. ജെനുവിനാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിളാണ്? സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് മാറി നമ്മളിപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു ആളുടെ പേരിലോട്ട് മാറ്റിയതാണ്. വേറെ എന്തെങ്കിലും അടി റീപ്ലേസ്മെന്റ്? ഇല്ല, ഒന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഒരു ഡോക്ടർ എംബിൾ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വിളിച്ചു കളഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കൊണ്ടൊരു കാര്യമില്ല. ഡോക്ടറെ കൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ ഈ 1.30 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. ലോണ് കിട്ടൂലല്ലോ? ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട്. 2009. ഓക്കെ. 1,30,000 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ റേറ്റുമാണ്. മൈലേജ് ഒരു 18 ഒക്കെ എന്തായാലും കിട്ടും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റാണ്. ഇന്റീരിയർ ഒക്കെ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഞങ്ങള് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇന്റീരിയർ ഒക്കെ നീറ്റാണ്. ഔട്ട്ലുക്ക് നീറ്റ് തന്നെയാണുള്ളത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഒറിജിനൽ പെയിന്റിൽ നിൽക്കുന്നത്. ബമ്പറിന്റെ ഒഴിച്ചുകയറ്റ്, ഈ ബമ്പറിന്റെ ഈ കോർണറുകൾ ഒഴിച്ചുകയറ്റ് എല്ലാം ഒറിജിനൽ പെയിന്റ് ആണ്. അപ്പോൾ അത്രയും നീറ്റുള്ള വണ്ടി തന്നെയാണ്. 2009. പലരും ഇപ്പോൾ ചോദിക്കാറുണ്ട് ഒന്ന് വണ്ടി ലെവൽ ചെയ്യാനും അതേപോലെ തന്നെ ഫാമിലി യൂസിനൊക്കെ പറ്റിയ എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് ലെവൽ ചെയ്യാൻ വേണം, എന്നാൽ അത്യാവശ്യം ഫാമിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ കൂടുതലും പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടികളാണ് കൂടുതലും വരാറ്, ഈ ലെവലിങ്ങിനും ഡ്രൈവിംഗ് പഠിത്തത്തിനൊക്കെ. പക്ഷെ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ മോഡൽ കൂടിയതാണ്. കുറച്ച് കൂടി തന്നെ അത്യാവശ്യം നല്ല നീറ്റുള്ള വണ്ടി, പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫാമിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിനുള്ളവർക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് നമ്മുടെ അവസാനത്തെ വണ്ടി KL 45 രജിസ്ട്രേഷൻ ടാറ്റ ഇൻഡിക്കയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2009 മോഡല്, 1,00,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഓക്കെ. അപ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കുന്നു കരുതുന്നു. പവർ സ്റ്റിയറിംഗ്, AC. ഏത് ഓപ്ഷൻ? പവർ സ്റ്റിയറിംഗ്, AC പവർ സ്റ്റിയറിംഗ് V2. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഇപ്പോൾ കാണില്ല, ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പിന്നെ ബോഡി ടൈപ്പ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഓക്കെ. എന്തായാലും ഫ്ലഡ് ഒന്നും ഇല്ലാന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ള വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2009 മോഡൽ. എത്ര ഇപ്പോൾ? 80,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ ആണ്. ഇത് പാർക്ക് ആൻഡ് സെയിലിൽ കിടക്കുന്ന വണ്ടിയാണ്. അവരാവശ്യപ്പെട്ട റേറ്റ് ആയിരിക്കും. ഓക്കെ. നിലവിൽ മെക്കാനിക്കലൊക്കെ കുഴപ്പമില്ല. എഞ്ചിൻ ഭാഗം വലിയ ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ബുഷുകൾ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ. എന്തായാലും 80,000 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ്. വേറെ ലോണും കാര്യമൊന്നും കിട്ടത്തില്ല. ഇല്ല, പഴയ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടിയായിരുന്നു. അൻവർക്കാ, ഇനി നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കാണാമല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. അങ്ങനെ നമ്മൾ കാർ വേൾഡിലെ യൂസ്ഡ് കാസിൻ്റെ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഷോറൂം വരുന്നത് തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ POTTA FLYOVER ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. കറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.